ഈ വർഷം പുതിയ ഫോൺ വാങ്ങി തരാന്നല്ലേ അച്ഛൻ പറഞ്ഞത്. മൊബൈൽ വാങ്ങിക്കാനുള്ള പൈസയൊന്നും അച്ഛൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. നമ്മൾ രണ്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മയ്ക്കും അച്ഛനും പുറത്തു പോകാനും ഫുഡ് കഴിക്കാനൊക്കെ പൈസ ഉണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം പൈസ ഇല്ല. നമ്മൾ പുറത്ത് കറങ്ങാൻ പോണെന്ന് നിന്റെ അടുത്ത് ആരും പറഞ്ഞു? അപ്പുറത്തെ വീട്ടിൽ ഉഷ ചേച്ചി പറഞ്ഞല്ല എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങൾ കറങ്ങാൻ പോകുമെന്ന്. ഇപ്പൊ എന്തൊന്നും മിണ്ടായില്ലേ? അച്ഛന്മാരായ പറഞ്ഞ വാക്കിന് വില വേണം. എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഐഫോണൊക്കെയാണ് ഉള്ളത്. ഞാൻ മാത്രമാണ് ചത്ത ഫോണും പിടിച്ചോണ്ട് പോണത്. എൻ്റെ വിധി, അല്ലാതെ എന്ത് പറയേ. നല്ലൊരു അച്ഛനെ കിട്ടാനും വേണം ഭാഗ്യം. നിങ്ങളെ കെട്ടി അങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെ പറയുന്നു. ചേച്ചി എന്താ ചേച്ചി വിചാരിക്കുന്ന പോലെ അച്ഛനമ്മ എല്ലാ ആഴ്ചയും കറങ്ങാൻ പോണല്ല. പിന്നെ അച്ഛന് സുഖമില്ല, അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഡയാലിസിസ് ഹോസ്പിറ്റലിൽ പോണേണ്. അല്ലാതെ ചേച്ചി വിചാരിക്കുന്ന പോലെ കറങ്ങാൻ പോണല്ല. ഡയാലിസിസ് ചെയ്യാനും മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് പൈസയാണ്. അതുകൊണ്ടാണ് ചേച്ചിക്ക് മൊബൈൽ വാങ്ങിച്ചു തരാത്ത അച്ഛൻ. അച്ഛൻ്റെ നീരൊക്കെ ചേച്ചി ശ്രദ്ധിച്ചിട്ടില്ലേ? ഇല്ല. ചേച്ചി ഇപ്പം അച്ഛൻ്റെ അടുത്ത് മിണ്ടാറോ ശ്രദ്ധിക്കാറോ ഇല്ലല്ലോ, അതുകൊണ്ടാണ് കാണാത്തത്. ഇതൊക്കെ നിന്റെ അടുത്ത് ആരും പറഞ്ഞു? ആരും പറഞ്ഞില്ല. അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്നിട്ട് ഇതൊന്നും അച്ഛൻ നമ്മളടുത്ത് പറയാത്തെന്ത്? അച്ഛനാണ് അമ്മയടുത്ത് പറഞ്ഞ നമ്മളുടെ അടുത്ത് പറയണ്ടെന്ന്. ഇതൊക്കെ അറിഞ്ഞാൽ നമ്മൾ വിഷമിക്കുമെന്ന്. അച്ഛൻ എത്ര ഇഷ്ടപ്പെട്ടാണ് നമ്മളെ നോക്കുന്നത്. വയ്യെങ്കിലും എല്ലാ ദിവസവും ജോലിക്ക് പോകും. അച്ഛൻ നമ്മൾക്ക് വേണ്ടിയാണ് ഇത്രയും ഇഷ്ടപ്പെടുന്നത്. അച്ഛൻ എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ട. എന്നും എൻ്റെയോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി. Hello.